ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ബിഗ് ബോസിൽ എങ്ങനെ കയറി പറ്റാം എന്നുള്ളതാണ് ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കണത്. ഇത് എങ്ങനെ നിങ്ങൾക്ക് അറിയാത്തൊരു സംഭവം ഒന്നാവില്ല. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടൊരു വീഡിയോ ഒക്കെ എടുക്കാം എന്ന് വിചാരിക്കുന്നു ഗൈസ്. അതായത് ബിഗ് ബോസിൽ കയറി പറ്റുക എന്ന് പറയുന്നത് കുറേ ആളുകളുടെ വലിയൊരു ആഗ്രഹമായിരിക്കും. ചില ആളുകൾക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ലായിരിക്കും. ബിഗ് ബോസ് വലിയ കാര്യമൊന്നുമില്ല, പബ്ലിക്കായിട്ട് തുണി പൊക്കി കാണിക്കുന്നതിന് ഇതിനൊക്കെ മാന്യതയുണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. അഖിൽമാരൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്ന ആളാണ്. പക്ഷേ ബിഗ് ബോസിൽ വന്നതോടുകൂടി ആളുടെ ലൈഫ് മാറിയത്. എന്താവട്ടെ, നമ്മളങ്ങനെ പലതും പറയുന്നൊക്കെ ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് എന്തുവാണെങ്കിൽ പറയാം. അവിടെ പോകുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു റിയാലിറ്റി, അതിൻ്റെ ഒരു നമ്മുടെ ലൈഫിലേക്ക് അതിനുള്ളൊരു ഇഫക്റ്റിനെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാവുക. എന്തായാലും ബിഗ് ബോസിലേക്ക് കയറി പറ്റുമ്പോൾ രണ്ട് വഴികളാണ് ഗൈസ്. അതിലെ ഒന്നാമത്തെ വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ സെലിബ്രിറ്റിയാണ് വിചാരിക്കുക. സെലിബ്രിറ്റി ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താണെന്ന് വെച്ചാൽ നമുക്ക് കോൾ വരും. അതായത് ബിഗ് ബോസിലേക്ക് വരാൻ വേണ്ടി അവരുടേതായ റേറ്റൊക്കെ ചോദിച്ച് ആ റേറ്റ് നമുക്ക് ബാർഗെയിൻ ചെയ്യാനൊക്കെ സാധിക്കും. അതായത് ഇപ്പോൾ അവർ പറയണം ഇത്ര രൂപ തരാം എന്ന് പറയണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത്ര രൂപ പോരാ, അതിനൊക്കെ കൂടുതൽ പൈസ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിങ്ങനെ വർത്തമാനം പറയാൻ, അങ്ങനെ പറയാനുള്ളൊരു സ്പേസ് അതിലുണ്ടായിരിക്കും സെലിബ്രിറ്റി ആണെങ്കിൽ. അപ്പോൾ സെലിബ്രിറ്റി ആണെങ്കിലുള്ള വേറൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പലർക്കും അറിയാവുന്നതാണ്. പലരും അവരെ വിളിച്ചിട്ട് ഈ ആൾക്കാർ, ഇപ്പോൾ ഒരാൾ വിളിക്കണമായിരിക്കും. അപ്പോൾ രേണുസുധീനെ വിളിക്കുകയാണ്. അപ്പോൾ രേണുസുധി പറയാണ്, രേണുസുധിക്കോട് പറയാണ് ഇത്ര രൂപ തരാമെന്ന്. അപ്പോൾ രേണുസുധി പറയാണ് ഇല്ല, എനിക്ക് ഇവിടെ അത്യാവശ്യം വർക്ക് ഒക്കെ കിട്ടുന്നുണ്ട്, ഷൂട്ടിങ്ങും പരിപാടികളും ഷോർട്ട് ഫിലിംസും ഒക്കെ ഇൻ്റർവ്യൂസൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരെന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു കുറച്ച് ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ കുറച്ച് ദിവസം എന്തായാലും അവിടെ ഇരിക്കണമല്ലോ. അപ്പോൾ അവർ കൂടുതൽ റേറ്റ് പറയുന്നുണ്ടായിരിക്കും. അങ്ങനെ ഒരു വലിയൊരു റേറ്റൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇവർ പോകുന്നുണ്ടായിരിക്കും. അങ്ങനെ സംഭവം. അപ്പോൾ ഒരുപാട് കാശുണ്ടാക്കുക ബിഗ് ബോസ് വഴി. ബിഗ് ബോസിലേക്ക് പോകുന്നത് കാശിന് വേണ്ടിയിട്ട് മാത്രമല്ല, വിസിബിലിറ്റി കിട്ടും. അതിപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് ഇനോഗ്രേഷൻസ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ ബിഗ് ബോസ് പോലുള്ളൊരു വേദിയിൽ നമ്മൾ പറയുകയാണ് വിചാരിക്കുക. നമുക്ക് ലോകത്തോട് എന്തെങ്കിലും സംസാരിക്കാണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണലായ എന്തെങ്കിലും കാര്യം പറയാണ്ട്, അല്ലെങ്കിൽ നമുക്ക് മോട്ടിവേഷനായ എന്തെങ്കിലും സാധനം പറയാണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കരിയറിലുള്ള എന്തെങ്കിലും സംഗതി പറയാണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സംഭവം ഉണ്ടെങ്കിൽ ബിഗ് ബോസ് പോലുള്ളൊരു വേദിയിലാണ് ചെയ്യുന്നതെങ്കിൽ എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾ കാണുന്നൊരു സംഗതിയാണത്. നമ്മുടെ ഒരു എക്സ്പ്രഷൻ പോലും ആളുകൾ സോഷ്യൽ മീഡിയ അത് ഏറ്റെടുക്കും. അപ്പോൾ നമുക്ക് അവിടെ പോയി സംസാരിക്കാൻ പറ്റും. അതൊരു വലിയൊരു കാര്യമാണ്. ഇപ്പോൾ അനീഷിൻ്റെയൊക്കെ ലൈഫ് തന്നെ മാറി. അനീഷിൻ്റെ ലൈഫിൽ എന്ത് സംഭവിച്ച്, ഇപ്പോൾ എന്താ പറയുക, അനീഷിൻ്റെ ജീവിതത്തിൽ ആ ഒരു ഒറ്റപ്പെടലും അങ്ങനെയൊക്കെ നടന്നിരുന്ന ഒരു ടൈമിൽ ആ ഒരു സാധനമൊക്കെ മാറി. ഇപ്പോൾ അനീഷ് വേറൊരു ലെവലിലാണ്. അത് കാശിൻ്റെ മാത്രം കാര്യമല്ല, നമ്മൾ സൂപ്പർ സ്റ്റാർ ആവുക അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതും ഇതിൻ്റെ ഒരു ഭാഗമാണ്. അതല്ല, മറിച്ച് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടിയൊക്കെ ആളുകളായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒന്ന് സംസാരിക്കണം എന്തിനാ, പല ആൾക്കാർ പല രീതിയിൽ പറയുമ്പോൾ ഹീറോ ആവാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഹീറോയിൻ ആവാൻ വേണ്ടിയിട്ടാണ്, സൂപ്പർ സ്റ്റാർ ആവാൻ വേണ്ടി. അത് മാത്രമല്ല, നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സ്ഥലം. ഇപ്പോൾ നമ്മളൊരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ, കൂടുതൽ ആളുകൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ കയറി നിന്നിട്ട് നമ്മൾ സംസാരിക്കുന്നു, അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. പിന്നെ പലതരത്തിലുള്ള ആശയങ്ങളുള്ള ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകളൊക്കെയാണ് ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ അവരുടെ ഇടയിൽ നിന്നിട്ട് നമുക്ക് തർക്കിക്കാനും സംസാരിക്കാനും നമ്മുടെ ഒരു പോയിൻ്റ് മുന്നോട്ട് വെക്കാനും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനും ഇതൊരു എക്സ്പീരിയൻസ് ഒക്കെ ആയിരിക്കും. ഇതാണ് സംഭവം. ഇനി നമ്മൾ സെലിബ്രിറ്റി അല്ല എന്ന് വിചാരിക്കുക ഗൈസ്. സെലിബ്രിറ്റി അല്ലാത്ത ഒരാൾ ബിഗ് ബോസിൽ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ബിഗ് ബോസിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ്, അത് ഇത്രയേ ഉള്ളൂ. കോമണറായിട്ട് നമുക്ക് പോകാൻ സാധിക്കും. കോമണറായിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ മൈജി ഇല്ലേ, മൈജി ആ സമയത്ത് ഇങ്ങനെ വിളിക്കേണ്ടത് ഒരാൾക്കായിട്ട് കോമണറായിട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. സാധാരണ ഒരാളാണ്. അപ്പോൾ എന്താ വെച്ചാൽ അവരിപ്പോൾ ഒരു 2 മിനിറ്റിൻ്റെ അല്ലെങ്കിൽ 3 മിനിറ്റിൻ്റെ, ഒരു 3 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ അവർ പറയും. അപ്പോൾ അവരുടെ മൊത്തം ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അവർ ഒരുക്കി തരുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒരു സ്പേസിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ ഒരു വീഡിയോ, അതായത് നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ പാഷൻസ്, നമ്മുടെ ഭാവി പ്ലാനുകൾ, നമുക്ക് ഏതൊക്കെ മേഖലയിലാണ് ഇഷ്ടങ്ങളുള്ളത്, നമ്മുടെ പാഷൻസ് എന്തൊക്കെയാണ്, ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ്, ഇതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് ലൈഫിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ട് അയച്ചു കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ മെയിൻ സംഭവം. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ അവർ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ അറിയിക്കും. ഇപ്പോൾ ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പ് ഏകദേശം ഒരു 20 ദിവസം മുമ്പൊക്കെ ഏകദേശം നമ്മളെ അറിയിക്കുന്നുണ്ട്. ഏകദേശമാണ് പറയണത്. അപ്പോൾ നമുക്കിങ്ങനെ പോകാൻ. അപ്പോൾ അനീഷൊക്കെ കയറിപ്പോയത് അങ്ങനെയല്ലേ. ഉള്ളൊരു കാര്യം വെച്ചാൽ അനീഷ് ഒരു എഴുത്തുകാരനാണ് പറയുമ്പോൾ, അനീഷ് ബാങ്ക് മാനേജറായിട്ട് കുറേ കാലം ജോലി ചെയ്ത ഒരാളാണ്. അനീഷിന് അങ്ങനെ ഒരു നല്ല ഒരു ആർട്ടിസ്റ്റിക്കുള്ള അങ്ങനെ ഒരു ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ എന്നിട്ട് മൂപ്പര് കോമണറായിട്ട് കയറിയത് എന്തായിരുന്നു വെച്ചാൽ, നമ്മളൊരു സോഷ്യൽ വിസിബിലിറ്റി പറഞ്ഞ സാധനമുണ്ട്. എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് കോൺട്രവേഴ്സിയിലൊക്കെ പെട്ട ആളുകളാണെങ്കിൽ, കാര്യമായിട്ട് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ എന്താ വെച്ചാൽ, അവർക്ക് കൂടുതൽ കാശ് വാങ്ങിയിട്ട് കോമണർ അല്ലാത്ത രീതിയിൽ സെലിബ്രിറ്റി ആയിട്ട് ബിഗ് ബോസ് കൊണ്ടുപോകും.
അല്ലാത്തവരെന്താ വെച്ചാൽ ഇപ്പോൾ അനീഷൊക്കെ ചെയ്തെന്താണ്, അനീഷ് അങ്ങനെ കോൺട്രവേഴ്സി ഒന്നും ഉണ്ടാക്കാണ്ട്, അനീഷിനെ അറിയ പോലും ഇല്ലായിരുന്നു നമുക്ക്. അങ്ങനെ അനീഷ് കയറി കോമണറായിട്ട് ചെയ്യേണ്ടി വന്നു. എന്നിട്ട് കോമണറായിട്ട് ചെയ്ത് മൂപ്പർക്ക് 2ാം സ്ഥാനം കിട്ടി. അവിടെ കണ്ട, ഇതാണ് ഇതിൻ്റെ ഒരു സംഭവം. അപ്പോൾ നിങ്ങൾ വേറൊരു കാര്യമില്ല, പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് വരുന്ന സമയം ബിഗ് ബോസിൻ്റെ ടൈമിൽ ചില ആൾക്കാരെ പേരിങ്ങനെ കൂടുതൽ ഇങ്ങനെ പൊക്കി വിടും. ചില ആൾക്കാർ അവരുടെ പേര് ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് കോൺട്രവേഴ്സികൾ ഉണ്ടാക്കുകയും ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു ബിഗ് ബോസുമായി ബന്ധപ്പെട്ടുള്ളൊരു സാധനമാണ്. അതായത് അവരെ സെലിബ്രിറ്റി ആയിട്ട് ബിഗ് ബോസ് വിളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കളി കൂടിയായിരിക്കും ഗൈസ് ഇത്. അപ്പോൾ ഇനി കാണാം നോക്കിക്കോളി, ഇനി ഒരു ലെവലിലൊക്കെ. അപ്പോൾ എന്തായാലും നമ്മൾക്കൊക്കെ പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച തിന്നും കുടിച്ചിരുന്ന് അവിടെ എന്തെങ്കിലും 4 കച്ചറി ഉണ്ടാക്കിയിട്ട് എന്തായാലും ഒരാഴ്ച നിൽക്കാൻ പറ്റുമല്ലോ, അല്ലെങ്കിൽ പിന്നെ അവർ പിടിച്ച് പുറത്താക്കേണ്ടി വരുമ്പോൾ ഒരാഴ്ചക്ക് നിന്നിട്ട് വരാൻ പറ്റും ഗൈസ്. ഇതാണ് ഇതിൻ്റെ ഒരു സംഭവം. അപ്പോൾ എന്തായാലും ബിഗ് ബോസ് ആരുടെയെങ്കിലും ഒരു ആഗ്രഹമോ അല്ലെങ്കിൽ ഒരു സ്വപ്നമോ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ ഗൈസ്. അല്ല നിങ്ങൾക്കൊരു ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് സെലിബ്രിറ്റി ആയിട്ട് പോകാൻ പറ്റട്ടെ എന്നാണ്. കോമണറായിട്ട് പോകുമ്പോൾ എന്താ വെച്ചാൽ വലിയ പൈസ ഒന്നും കിട്ടൂലേ. സെലിബ്രിറ്റി ആയിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങളൊരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുടങ്ങിയിട്ട് ആരെങ്കിലും തെറി വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൺ സെലിബ്രിറ്റി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ നല്ല ആൾക്കാരൊക്കെ എന്താ പറയുക, നിങ്ങൾക്ക് ഫോളോവേഴ്സൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു സെലിബ്രിറ്റി ആവും. പിന്നെ നിങ്ങൾ കാര്യം കളിച്ചിട്ട് ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ തന്നെ സെലിബ്രിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ വിളിച്ച് അവർ വലിയ സെലിബ്രിറ്റിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഒരു സാധാരണക്കാരൻ, ഞാൻ കേട്ടിട്ടില്ല അതിലെ പല സെലിബ്രിറ്റികളുടെയും പേരുകളൊന്നും. ഒക്കെ വന്ന് കുറേയൊക്കെ ഈ ഏഷ്യാനെറ്റിൽ അവരുമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളായിട്ട് കമ്പനിയുള്ള ആളുകളും കസിൻസും അല്ലെങ്കിൽ കോ വർക്കേഴ്സും അവരുടെ ഫ്രണ്ട്സും ഒക്കെ ആയിരിക്കും പലരും അതിൽ പോകുന്നുണ്ടായിരിക്കാം. എന്തായാലും ഏതെങ്കിലും ഒരു ഫീൽഡിൽ ഇപ്പോൾ നിങ്ങൾ പാട്ട് പാടാനോ അല്ലെങ്കിൽ എന്താ പറയുക ഷോർട്ട് ഫിലിം ചെയ്തിട്ടോ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മേഖലയിൽ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് മോഡലിംഗ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ എന്താ വെച്ചാൽ നിങ്ങളെ സെലിബ്രിറ്റി വിളിക്കാനുള്ള സാധ്യത ഉണ്ട് ഗൈസ്. അല്ലാത്തവരത്തോളം കാലം എന്താ വെച്ചാൽ നമ്മൾ കോമണറായിട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഏകദേശം സംഭവങ്ങൾ ഗൈസ്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.